സൂപ്പർ പിക്ചർ. അഭിനയം വെറും മോശം കേട്ടാ ചെറുക്കൻ്റെ. റൊമാൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ആ നായികനെ വെച്ചിട്ട് അമ്പ് ഓടുന്ന ഒരു സീനുണ്ട്. കൊള്ളാം, നല്ല പടം. വിഷ്ണു മഞ്ജുവിന്റെ റോള് പ്രഭാസ് ചെയ്തിട്ട് ആ പ്രഭാസിനോട് വിഷ്ണു മഞ്ജുവിന് കൊടുത്താൽ മതി. കുഴപ്പമില്ല ബ്രോ, വൺ ടൈം വാച്ചബിൾ. പ്രേക്ഷകരുടെ പറയാനുള്ള 3 മണിക്കൂർ നിങ്ങൾ വെറുതെ നശിപ്പിക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകില്ല. ഇവിടെ എത്രത്തോളം ഓടുന്നില്ല, പക്ഷേ പകുതി കൊള്ളാം. അപ്പോൾ പോസിറ്റീവായിട്ട് ലാലേട്ടൻ്റെയും പ്രഭാസിൻ്റെ ക്യാമിയോ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല പടമാണ്, ആചാരങ്ങളുള്ള പടമാണ്. കൊള്ളാം, നല്ല പടം. നല്ല പിക്ചർ, സൂപ്പർ പിക്ചർ. ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരാതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാളനെന്നാണ്, ശിവൻ്റെ ഒരു അംശമാണ്. മനസ്സിലായി? ആ ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്, കാട്ടാളൻ്റെ വേഷം. പിന്നെ വേറെ രുദ്രൻ എന്ന് പറയുന്നത് പ്രഭാസിൻ്റെത്. ഇത് പഴയ ശിവപുരാണമാണ്. ലാലേട്ട് ആകെപ്പെടെ 10 മിനിറ്റ് പോലും ഉണ്ടോ ഡൗട്ടാണ്. പുള്ളി ഡയലോഗ് മാത്രം കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ ഡയലോഗ് ഡെലിവറി ശോകം, എഡിറ്റിംഗ് ശോകം, മൊത്തം ശോകം. ആ പ്രഭാസ് പിന്നെയും കുഴപ്പമില്ല. ബാക്കി വിഷ്ണു മഞ്ജുവിന്റെ റോള് പ്രഭാസ് ചെയ്തിട്ട് ആ പ്രഭാസിനോട് വിഷ്ണു മഞ്ജുവിന് കൊടുത്താൽ മതിയെന്ന്. കാരണം അവൻ ശോകമാണ് ബ്രോ. ഒട്ടും ഞാൻ പ്രതീക്ഷ കുറച്ചുപോലും ഇല്ലായിരുന്നു. നല്ല മൂവി, കണ്ടിരിക്കാം, സുഖമായിട്ട് കണ്ടിരിക്കാം. ഒന്നും പ്രതീക്ഷയല്ല വന്നത്, പക്ഷേ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പ്രസൻറ്റേഷൻ, നല്ല മെസ്സേജ്, അത്യാവശ്യം ഭക്തിയും കാര്യങ്ങളുള്ള ആ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ബാഹുബലി റെഫറൻസ് ധാരാളമുണ്ട് പടത്തിൻ്റെ അകത്ത്. അതാണ് ഈ നമുക്കത് കണ്ടിരിക്കാൻ പറ്റാത്തത്, ഒരു ഫീല് വന്നത്. ആ പടം എവർ വന്നപ്പോഴാണ് അത്യാവശ്യം കാണാൻ വേണ്ടി ഒരു തോന്നലുണ്ടായത്. അതും പിന്നെ ഒരുപാട് നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഭക്തി മിക്സ് ചെയ്തു. ഭക്തി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്കത് ഒരു കാണേണ്ട രീതിക്ക് കണ്ടാൽ കൊള്ളാം. തിരക്കഥേൻ്റെ പോരായ്മയാണ് പടത്തിൽ ഹൈലൈറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിലെ ഈ പടത്തിൻ്റെ ഏറ്റവും മോശം എന്ന് പറയുന്നത് ഡബ്ബിംഗ് ആണ്. ഡബ്ബിങ് വെറും മോശമായി. കാര്യം നായക പദവിയായിട്ട് വന്ന ഒരാളുടെ ആ ഡബ്ബിങ് ചെയ്തിരിക്കുന്ന ആൾ വെറും മോശം. തിന്നനെന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ചിരിച്ച് കെട്ടളവി. സിനിമ സ്ക്രിപ്റ്റ് വെച്ച് നോക്കുമ്പോൾ 10 പൈസയ്ക്ക് കൊള്ളൂല. പ്രേക്ഷകരുടെ പറയാനുള്ള 3 മണിക്കൂർ നിങ്ങൾ വെറുതെ നശിപ്പിക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കാൻ പോകില്ല. നായകനില്ലേ വിഷ്ണു മഞ്ജു, അവൻ തന്നെ എഴുതി, അവൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്. അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല ബ്രോ, വൺ ടൈം വാച്ചബിൾ. ക്ലൈമാക്സ് കുഴപ്പമില്ല, ബാക്കിയല്ല ഡബിങ് ഒക്കെ വൻ ശോകമാണ്. അതുകൊണ്ട് പിന്നെ അഭിനയം വെറും മോശം കേട്ടാ ചെറുക്കൻ്റെ. റൊമാൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ആ നായികനെ വെച്ചിട്ട് അമ്പ് ഓടുന്ന ഒരു സീനുണ്ട്. ഇവിടെ എത്രത്തോളം ഓടുന്നില്ല, പക്ഷേ പകുതി കൊള്ളാം. വൺ ടൈം നന്നായിട്ട് വാച്ച് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പടം എനിക്കത്ര സാറ്റിസ്ഫൈഡ് ആയില്ല സത്യം പറഞ്ഞാൽ. അത് ഞാൻ പ്രതീക്ഷിച്ച് വന്നതിൻ്റെ അത്ര ലെവലൊന്നും വന്നിട്ടില്ല പടം. എന്തൊക്കെയോ പോലെ ചെയ്തു വെച്ചിരിക്കുന്നു. ഒരു മലയാളം ഡബ്ബാണ് കണ്ടത്. ഒരു 3 മണിക്കൂർ 3 മിനിറ്റ് എങ്ങനെയാണ് പിടിച്ചിരുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ പടം പോസിറ്റീവായിട്ട് ലാലേട്ടൻ്റെയും പ്രഭാസിൻ്റെ ക്യാമിയോ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രഭാസിൻ്റെ തന്നെ ഒരു ശബ്ദ ഗാംഭീര്യമാണ്. ഒരു നായകന് വരുമ്പോൾ ഒരു ശബ്ദ ഗാംഭീര്യം വേണ്ടേ? നീ അങ്ങോട്ട് നോക്ക്, അതിനെ നോക്കി ഇത് പറഞ്ഞ് നമ്മൾ കോമഡി ആയി പോലെ. ഒരു പടത്തിന് കുറ്റം പറയുന്നതല്ല, നമ്മൾ പ്രേക്ഷകർക്ക് നമ്മളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അഭിപ്രായം പറയാമല്ലോ. ഫുള്ള് നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ കിരാതൻ നമ്മൾ കാട്ടുള്ള ഒരു വേഷം വന്ന് പുള്ളി ചെയ്തിട്ടുണ്ട്. പ്രഭാസ് വന്ന് നല്ല രീതിയിൽ. പക്ഷെ നായകന് സൗണ്ട് ഗാംഭീര്യമില്ല. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പടത്തിനെ മോശമാക്കി പറയുന്നതല്ല, പക്ഷേ നമുക്ക് ആൾക്കാർ ഒരു ഓഡിയൻസ് എന്നല്ലേ, നോർത്തിലൊക്കെ ഇത് വർക്കൗട്ട് ആവുമായിരിക്കും, പക്ഷേ കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്താണ് എങ്ങനത്തെ രീതിക്കാണെന്നൊക്കെ ആൾക്കാർക്ക് അറിയാം. VFX വരെ വളരെ ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.